ഇപ്പോ ഈ ADGP മാറ്റി, പക്ഷെ ഇക്കാര്യത്തിൽ ഉയർന്നൊരു പൊതുവായ വിമർശനം എന്ന് എനിക്ക് പറയുന്നത് അതൊരു 36 ദിവസം എടുത്തു, ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് വേണമായിരുന്നു, ഒടുവിൽ തോൽവി വഴങ്ങിയതാണ് എന്ന നിലയ്ക്കുള്ള ഒരു വിമർശനമാണ്. എന്താണ് അങ്ങനെയുള്ള ഒരു മറുപടി? അസംബ്ലിയിൽ നടന്ന അസംബ്ലിയിൽ ഇപ്പോ യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിദേശത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം. എന്താണ് അവർ പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ യാതൊരു ബോധ്യവുമില്ല. ഇന്ന് പ്രിയപ്പെട്ട സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒരു പ്രമേയം, അത് ഹിന്ദുവില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റൂൾ 50 പ്രകാരം നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ചർച്ചയ്ക്ക് ഗവൺമെന്റ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൗട്ട് നടത്താൻ പറ്റില്ല. ചർച്ചയ്ക്ക് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത്. ചർച്ചയ്ക്ക് എടുക്കുന്നില്ലെങ്കിൽ വാക്കൗട്ട് നടത്തുന്നതിന് പ്രസക്തിയുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചത്? ഗവൺമെന്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു, ചട്ടപ്രകാരം സമയവും നിശ്ചയിച്ചു. പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ? അപ്പോൾ അനുവദിച്ചാലും ബഹളം, അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗമല്ല എന്നുള്ളത്. കഴിഞ്ഞ നിയമസഭയിലും ഈ രൂപത്തിലുള്ള വർഷങ്ങളുണ്ടായി. ഗവൺമെന്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു. അത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം ഉണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അടിയന്തര പ്രമേയം കൊടുത്തു. അതെല്ലാം അനുവദിച്ചിട്ടും വാക്കൗട്ടാണ്. സഭ നടത്താൻ സാധിക്കാത്ത സ്ഥിതിവിശേഷം ഉണ്ടായില്ല. പിന്നെ എന്താ നിങ്ങൾ ചോദിച്ചത്? 36 ദിവസം കഴിഞ്ഞു എന്നുള്ളതല്ല. അതായത് IAS ഉദ്യോഗസ്ഥരായാലും IPS ഉദ്യോഗസ്ഥന്മാരായാലും അവരുടെ പേരിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നടപടി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള ട്രാൻസ്ഫറുകൾ അത് നടത്തുമ്പോൾ ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവുമല്ലോ, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ സെൻകുമാറിനെതിരായി ഒരു നടപടി എടുത്തിട്ടുണ്ട്. പിന്നെ ആള് BJPയിലേക്ക് പോയത്, സുപ്രീം കോടതിയിൽ അദ്ദേഹം പോയി. ഗവൺമെന്റ് സ്വാഭാവിക നീതി അദ്ദേഹത്തോട് കാട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ DGP സ്ഥാനത്തേക്ക് അദ്ദേഹം കൂട്ടി തിരിച്ചു വന്നു. അപ്പോ ഈ അപ്പം കൊടുത്ത് പിണ്ണാക്ക് വാങ്ങാന്ന് പറയും. അതുപോലുള്ള ഒരു സമീപനം, നിയമവിരുദ്ധമായിട്ടുള്ള, ക്രമവിരുദ്ധമായിട്ടുള്ള, ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം നമ്മൾ കാട്ടിയാൽ അവർ നിയമപരമായിട്ടുള്ള വഴി ഇപ്പം ഗവൺമെന്റ് അപമാനിക്കപ്പെടും. ഇവിടെ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിൽ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ തന്നെ ചെയ്തത്. DGPയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു പുതിയ പദവി അല്ലെങ്കിൽ മാറ്റം അത് നൽകുന്ന ഘട്ടത്തിൽ അതിന് ന്യായമായ ഒരു കാര്യം ഗവൺമെന്റ് കാണേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത്. അതിന് 30 ദിവസം സമയം കൊടുത്തു. ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ പ്രൈമാ ഫേസി ഒരു കേസ് ഉണ്ട്. സമഗ്രമായ അന്വേഷണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ ഇരുത്തി ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് നിരക്കുന്നതല്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ വിജിലൻസ് അന്വേഷണം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 അന്വേഷണമുണ്ട്. ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ സംബന്ധിച്ചുള്ള അന്വേഷണം, മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ആ കേസുണ്ട്.
ADGPയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗത്തുള്ള അന്വേഷണം. അപ്പം 3 അന്വേഷണം ആദ്യം തന്നെ ഉണ്ട്. 2 അന്വേഷണം പ്രത്യേകമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണമുണ്ട്, DGPയുടെ സ്പെഷ്യൽ ടീം അന്വേഷണമുണ്ട്. അങ്ങനെ 5 അന്വേഷണമാണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേരളത്തിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിഞ്ഞും മറഞ്ഞും 5 അന്വേഷണം? ഇതിന്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് ഒരു രൂപത്തിലുമുള്ള സംശയത്തിന് ഇടം കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 5 അന്വേഷണം. ഇതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റുക? മുമ്പും IAS-കാർക്കെതിരായിട്ടും IPS-കാർക്കെതിരായിട്ടും ആരോപണം ഉണ്ടായിട്ടില്ലേ? ആ സമയത്തൊക്കെ ഈ രൂപത്തിലുള്ള സമീപനമാണോ കാട്ടിയിരുന്നത്? അപ്പോ വിഷയദാരിദ്ര്യം അതിന്റെ മൂർധന്യതയിലെത്തി അതിന്റെ വൃത്തികെട്ട രൂപമാണ് ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ പറഞ്ഞു. ഏതെങ്കിലും ഒരാരോപണം കോടതിയിലേക്ക് കൊണ്ടുവന്നു കോടതിയുടെ ഒരു വിധി സമ്പാദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. 36 അവാർഡുകളാണ് കേരളത്തിലെ പോലീസ് നേടിയെടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമുകളെ സംബന്ധിച്ച് സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള നടപടിയെടുത്തതാണ് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ. ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അല്ലായിരുന്നു ഈ കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ടായിരുന്നത് എങ്കിൽ വർഗീയ കലാപത്തിന്റെ കുരുതികളാവുമായിരുന്നില്ല. അതിനുള്ള ചില ലാഞ്ചനകൾ ആലപ്പുഴയിലും പാലക്കാടും കണ്ടതാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിമോചന സമരം ഉണ്ടായിരുന്നല്ലോ. APCC പ്രസിഡന്റ് തന്നെയല്ലേ പ്രഖ്യാപിച്ചത്. 59-ലെ വിമോചന സമരത്തിന്റെ മറ്റൊരു പതിപ്പാണ് വിഴിഞ്ഞത്ത് നിങ്ങൾ കാണാൻ പോകുന്നത്. എന്തേ അതൊന്നും ഇവിടെ ചെലവാകാതിരുന്നതിന്റെ കാരണം എന്താ? അതിശക്തമായിട്ടുള്ള പോലീസിന്റെ ഇടപെടൽ, ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടൽ. ഈ പോലീസ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? കോവിഡിന്റെ കാലഘട്ടത്തിൽ, പ്രകൃതിക്ഷോഭത്തിന്റെ കാലഘട്ടത്തിൽ വർഗീയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഭീകരവാദ പ്രസ്ഥാനങ്ങളെ നേരിടുന്ന കാര്യത്തിൽ മാതൃകാപരമായിട്ടുള്ള സമീപനങ്ങൾ നിയമസമാധാനം കാത്തുസൂക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ സമാധാനപരമായുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും പോലീസുകാർക്ക് സംസാരിക്കേണ്ടി വരും, ഇടപെടേണ്ടി വരും. അതിനൊക്കെ പ്രതിപക്ഷത്തോട് ചോദിച്ചിട്ട് അല്ലെ നാട്ടുകാരോടൊക്കെ ചോദിച്ചിട്ട് പോലീസിന് ഇടപെടാൻ പറ്റില്ല. പോലീസിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ചെയ്യുന്നത് കേരള ഗവൺമെന്റിന്റെ താല്പര്യം സംരക്ഷിക്കാനാണോ? കമ്മ്യൂണൽ ഹാർമണി ഉറപ്പുവരുത്താനാണോ? അതാ പ്രശ്നം. അതിനെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു നീക്കം ആരെങ്കിലും നടത്തി കഴിഞ്ഞാൽ അവർക്ക് ഗവൺമെന്റ് നിൽക്കാനും പറ്റില്ല, ഗവൺമെന്റിന്റെ സംരക്ഷണം ഉണ്ടാവില്ല. അല്ല, നടത്തിയിട്ടില്ലേ? ഞാൻ ഈ സംഭവത്തിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. മാവോവാദികളുമായിട്ട് സംസാരിക്കുന്നില്ല, പൂരദേവിയുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? പാലക്കാട് സംസാരിച്ചിട്ടില്ലേ? എന്ത് കാരണം കൊണ്ടായിരിക്കാം? അല്ല, അത് അന്വേഷണം നടക്കട്ടെ, അതിന്റെ ഭാഗമായിട്ട് വരട്ടെ. എനിക്കിപ്പം പറയാൻ പറ്റില്ല. സംസാരേ പാടില്ല. ആരുമായിട്ട് SDP ആയിട്ട് സംസാരിക്കേണ്ടി വരും, ജമാഅത്തായിട്ട് സംസാരിക്കേണ്ടി വരും, RSSുമായിട്ട് സംസാരിക്കേണ്ടി വരും. നിരോധിക്കാത്തിടത്തോളം കാലം നിരോധിച്ച പാർട്ടിയുടെ ആൾക്കാരുമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നില്ലേ? സംസാരിക്കാനേ പാടില്ല. സംസാരിക്കാൻ എന്താ പറയുന്നതിന്റെ അർത്ഥം? ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പൊ പാലക്കാട്ട് SP ആയിരുന്ന ശ്രീനിവാസനും പാലക്കാട് SDPയും RSSും തമ്മിലുള്ളൊരു വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. അദ്ദേഹം യോഗം വിളിച്ചു, അദ്ദേഹം ഓരോരുത്തരെയും കണ്ട് സംസാരിച്ചു. ശ്രീനിവാസൻ അതിനെന്താ കുഴപ്പം? സംസാരിക്കാൻ പാടില്ലേ? ഇതെന്താ വിഷയം എന്നുള്ള അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് 5 തലത്തിലുള്ള അന്വേഷണം ഉണ്ട്, ഒരു രൂപത്തിലല്ല.
അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിന്റെ ഫൈൻഡിങ്സ് എന്താണോ അതിനനുസരിച്ച് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയല്ലോ. ഇപ്പൊ സ്ഥലം മാറ്റിയല്ലോ, അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റിയല്ലോ. ഇനി അതിന്റെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഏതെങ്കിലും ശിക്ഷാ നടപടിക്ക് വിധേയമാകേണ്ടി വന്നാൽ ശിക്ഷാ നടപടി ഉണ്ടാവും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. അന്ന് ADGP-ക്കെതിരായിട്ട് പരാതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഏത് ADGP-ക്കെതിരായിട്ട്? അജിത് കുമാറിനെതിരായിട്ട്. ആ സമയത്താണ് ആ ADGP അന്വേഷിച്ചത്. പറഞ്ഞ മനസ്സിലായോ? ആ ADGP-ന്റെ അന്വേഷണ റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി. ഗവൺമെന്റ് അത് DGP-ക്ക് കൊടുത്തു. DGP-യുടെ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടപ്പെട്ട രൂപത്തിലുള്ള ജാഗ്രത കാട്ടിയിട്ടില്ല എന്നുള്ള ഫൈൻഡിങ്സ് ആണ് ഉണ്ടായത്. അതിപ്പോ DGP ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെയാണ് DGP ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടി. ഈ റിപ്പോർട്ട് കിട്ടി. അപ്പൊ പിന്നെ ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് രേഖാപരമായി ഗവൺമെന്റിന്റെ കയ്യിൽ രേഖകൾ കിട്ടി, റിപ്പോർട്ട് കിട്ടി. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റി. ഇനി ആര് വിചാരിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പാർട്ടി മെമ്പർ അല്ലാത്ത അൻവറിന് ഇനി എന്തും പറയാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA പദവി അദ്ദേഹം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുറെ കാര്യങ്ങൾ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചു. അതിനെ സംബന്ധിച്ച് കേരളവുമല്ല അദ്ദേഹത്തെ തന്നെ സാക്ഷിയാക്കി ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ഇനി ഞാൻ മൊഴി കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. മഹാത്മാഗാന്ധി ഇടപെട്ടിട്ടാണല്ലോ രക്ഷപ്പെട്ടത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശമായി പാർട്ടി വിരുദ്ധമായിട്ടുള്ള ചില സമീപനത്തിലേക്ക് പോയി അദ്ദേഹത്തെ നടപടിയെടുത്തു. പിന്നെ അദ്ദേഹം അവസാനം CPM-ലേക്ക് തന്നെ തിരിച്ചു വന്നു എന്ന് മാത്രമല്ല, ചെങ്കൊടി പുതപ്പിച്ച് എന്നെ സംസ്കരിക്കണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. MP രാഘവനും അത് തന്നെയാണ് പറഞ്ഞത്. KR ഗൗരിയമ്മയും പറഞ്ഞത് അത് തന്നെയാണ്. ഇനി ആ സ്ഥിതിയിലേക്ക് ഇയാള് പോയിക്കൊള്ളണമെന്നില്ല. കാരണം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ആയ ആൾക്കാർക്ക് മാത്രമേ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് ബോധം ഉണ്ടാവും. അതിന് ചേലക്കരയിൽ CPIM-നെ പരാജയപ്പെടുത്താൻ, LDF-നെ പരാജയപ്പെടുത്താൻ അൻവറല്ല 1000 അൻവർ വന്നാലും കഴിയില്ല. അൻവറിന്റെ എല്ലാ സഹായവും UDF-ന് കിട്ടിയാലും സാധിക്കില്ല. എവിടെ? ചേലക്കരയിൽ. പാലക്കാട് ഇപ്പൊ ഞങ്ങൾ 3ാം സ്ഥാനത്താണുള്ളത്. അവിടെയും അത്ഭുതം സൃഷ്ടിക്കാൻ പോവുകയാണ്. അതിഗംഭീരനായൊരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ വരുന്നത്. ഞങ്ങളിപ്പോൾ 3ാം സ്ഥാനത്താണ്. അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. മാത്രവുമല്ല LDF-ന്റെ നില മറ്റേതൊരു കാലഘട്ടത്തേക്കാളും മുമ്പത്തിയിൽ വരും. ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ പാലക്കാട് ഉണ്ട്. പറഞ്ഞ മനസ്സിലായി? അവിടെ ഏതെങ്കിലും രൂപത്തിൽ BJP-യുമായി അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതുമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് BJP-യുമായി CPM അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാക്കും. BJP അത് ഇപ്പൊ തന്നെ ഉറപ്പിച്ചിട്ട് കാര്യം പറയാ, ജമ്മത്തിന് BJP ജയിക്കില്ല. എവിടെ? പാലക്കാട്. 3ാം സ്ഥാനത്തേക്ക് ഞങ്ങളോട്ട് പോവുകയില്ല. ഈ 2 കാര്യം ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഏതാണ് മറുപടി? BJP സ്ഥാനത്തേക്ക് ഒരിക്കലും CPIM ഇടതുപക്ഷം പോവുകയില്ല. അൻവറിന് PV അൻവറിനെ പോലുള്ള ആൾക്കാരെ, PV അൻവറിനെ പോലുള്ള പല ആൾക്കാരെയും പാർട്ടിയിലേക്ക് അടുപ്പിച്ചിട്ടുണ്ടല്ലോ. പല സ്ഥാനത്ത് ഇപ്പൊ ഉണ്ട് പാർട്ടിയിൽ സഹയാത്രികരായിട്ട്. അത്തരക്കാരെ എടുത്തതിൽ ജാഗ്രത കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നലുണ്ട്. ഒരു ജാഗ്രത കുറവുമില്ല. അവരൊക്കെ തന്നെ LDF-ൽ വന്നതിന്റെ ഭാഗമായി LDF-ന്റെ ജനകീയ അടിത്തറ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 43% വോട്ടാണ് ആയിരിക്കും LDF-ന്. UDF-ന് 47. UDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിന്നോട്ടടിയായിരുന്നു കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ്. അതിൽ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ
ഇടതുപക്ഷത്തോടൊപ്പം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയോടൊപ്പം അണിനിരുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അത് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും ജനവികാരം അത് തന്നെയായിരിക്കും. മറ്റു കാര്യങ്ങൾ ചോദിച്ചോട്ടെ. അതായത് ഈ പ്രശ്നം ലീഗ് ഉന്നയിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നതോട് പറഞ്ഞതായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു പ്രശ്നം ലീഗ് പറഞ്ഞു, അങ്ങനെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? ജലീൽ എന്താ പറഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിരപരാധിയായ ജലീലിനെ വേട്ടയാടുന്നതിൽ മുൻപന്തിയിൽ നിന്നതാണ് ലീഗ്. ഈന്തപ്പഴത്തിന്റെ ഉള്ളിൽ സ്വർണം കൊണ്ടുവന്നു, ഖുറാന്റെ ഉള്ളിൽ സ്വർണം കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലേ. ഒരു സ്വർണത്തിന്റെ തരിമ്പ് അയാൾക്കോ അയാളുടെ മക്കൾക്കോ അയാളുടെ ഭാര്യക്കോ ഇല്ല എന്ന് പറഞ്ഞ മനസ്സിലായി. ഇവരുടെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് അവർ ഞെട്ടിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ കാശ് അത് മാത്രമേ അയാളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. അയാളുടെ ഭാര്യക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ കാശ് അത് മാത്രമേ ഉണ്ടായിരുന്നു, 10 പൈസ. അവർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണ് ആരോപണം ഒരു നിരപരാധിയായിട്ടുള്ള മനുഷ്യന്റെ മുമ്പിൽ വരുന്നത് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ അത്ഭുതം തോന്നി. ആ ജലീലിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ആൾക്കാരാണ് മുസ്ലിം ലീഗിലെ പല പ്രഗത്ഭന്മാരും. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? ജലീല് വേറെ, അൻവർ വേറെയാ, അത് മനസ്സിലായി പോകും. ഒരു ക്ലാസ്സിലിട്ട് നിങ്ങൾ രണ്ടാളെയും തൂക്കണ്ട, രണ്ടാണ്. അദ്ദേഹം പറഞ്ഞ ഈ മതവിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല, അയാൾ എന്താ പറഞ്ഞതെന്നില്ല എനിക്കറിയില്ല. ഈ സഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം നേരത്തെ ഞാൻ പറഞ്ഞു എടുക്കാൻ വേണ്ടിയിട്ടാണ്. സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് റൂള് 50 കൊടുക്കുന്നത്. സഭ നിർത്തി വെക്കാം, ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാ വാക്കൗട്ട്? നിങ്ങൾ അവരോട് ചോദിക്കണത്. പിന്നെ എന്തിനാ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത്? അപ്പൊ അടിയന്തര പ്രമേയം കൊണ്ടുവന്നാലും അനുവദിച്ചാലും അനുവദിച്ചിട്ടില്ലെങ്കിലും സഭ സ്തംഭിപ്പിക്കുക, ഇതല്ലേ നയം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമനില തെറ്റിക്കഴിഞ്ഞു. പിന്നെ അടിയന്തര പ്രമേയം അവതരിപ്പിക്കരുത്, ആദ്യം തന്നെ ബഹളം ഉണ്ടാക്കിയാൽ മതി.